ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി അടുത്തെടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ്റെ തന്നെ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിലെല്ലാം എന്തുവാ ലിമിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ലിമിറ്റ് തരത്തില്ല. നമുക്ക് ഇനി എക്സാമിന് ചോദിക്കാൻ പോകുന്നതും 9 മാർക്കിന് ചോദിക്കാൻ പോകുന്നതും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് ലിമിറ്റ് തരത്തില്ല. ലിമിറ്റ് തരാതെ നമ്മളോട് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറയും. ഒരു റീജിയൻ തന്നിട്ട് ഒരു റീജിയൻ തരും. ഒരു റീജിയൻ നമുക്ക് തരും. റീജിയൻ തന്നിട്ട് നമ്മളോട് പറയും ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ മുന്നേ ഒരു ചെറിയൊരു നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ഡബിൾ ഇൻറ്റഗ്രേഷൻ്റെ ഒരു ബൈ പാർട്സ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ബൈ പാർട്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ബൈ പാർട്സ് വെച്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് മറ്റേ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഇതാണ്: 0 to π ഇൻ്റഗ്രൽ 0 to x square into sin y dy dx. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ dy dx ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം വിത്ത് റെസ്പെക്ട് ടു ആരിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? വിത്ത് റെസ്പെക്ട് ടു dy യിൽ അല്ലേ? അപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു dy യിൽ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ 0 to π. അപ്പോൾ എക്സ് സ്ക്വയർ ആദ്യം നമുക്ക് സൈൻ y അല്ലേ വിത്ത് റെസ്പെക്ട് ടു dy യിലല്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ dy യിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് കോൺസ്റ്റന്റ്? ഇവിടെ എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റാണ്. എക്സ് സ്ക്വയറിനെ അങ്ങോട്ട് മാറ്റി എഴുതി വെച്ചു. ഇൻറ്റു സൈൻ വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? സൈൻ വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് വൈ അല്ലേ? മൈനസ് കോസ് വൈ. എന്നിട്ട് നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് 0 to x dx. ഇനി ഇൻ്റഗ്രൽ 0 to π. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ആദ്യം നമുക്ക് എക്സ് കൊടുക്കാം. മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എക്സ്. വൈയുടെ സ്ഥാനത്ത് ആദ്യം അപ്പർ ലിമിറ്റ് എക്സ് കൊടുത്തു. മൈനസ് ഞാൻ ഇവിടെ കടന്ന ഒരു മൈനസ് ഇല്ലായിരുന്നോ? ആ മൈനസ് എടുത്ത് ഞാൻ പുറത്തേക്ക് ഇട്ടായിരുന്നേ. പുറത്തേക്ക് ആ മൈനസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടിട്ട് എന്നിട്ടാണ് ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് എക്സ് കൊടുത്തു. എന്നിട്ട് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് എന്താ? 0 ആണ്. കോസ് 0 എന്ന് പറയുമ്പോൾ എത്രയാണ്? കോസ് 0 വൈക്കല്ലേ 0 കൊടുക്കണ്ടേ? ഇവിടെ മറ്റേ എക്സ് സ്ക്വയർ ആണ് പിന്നെ ഉള്ളത്. കോസ് 0 എന്താണ്? കോസ് 0 എന്ന് പറയുമ്പോൾ കോസ് 0 എന്ന് പറയുന്നത് കോസ് 0 ഈക്വൽ ടു 1 അല്ലേ? കോസ് 0 1 അല്ലേ? കോസ് 0 1 ആകുമ്പോൾ ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് പിന്നെ ഉള്ളത് എക്സ് സ്ക്വയർ ആണ് അല്ലേ? എക്സ് സ്ക്വയർ dx. അപ്പോൾ 0 to π. ആ മൈനസ് ഞാൻ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുത്തേ. ഏറ്റവും പുറത്തേക്ക് ആ മൈനസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എക്സ് സ്ക്വയർ കോസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, ഇതാണ് നമുക്കിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. നമുക്കിപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? y വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ? എക്സ് സ്ക്വയർ കോസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ് അടുത്ത ഇൻ്റഗ്രേഷൻ ചെയ്യാനുള്ളത്. അപ്പം നമുക്കിവിടെ ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഞാനിത് മണ്ടേക്കോട്ട് എഴുതുവാണേ. മൈനസ് ഇൻ്റഗ്രൽ 0 to π എക്സ് സ്ക്വയർ കോസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ മൈനസ് അകത്തേക്ക് അങ്ങ് കൊടുത്തേക്കാം. അപ്പം ഈ ചുമ്മാ എന്തിനാ ഈ മൈനസ് ഇവിടെ കിടക്കുന്നത്? അത് കുറച്ചും കൂടെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമെന്നല്ല, മീൻസ് ഒരു മൈനസ് അത് മാറ്റിയേക്കാം. എന്തിനാ? ഈ മൈനസ് ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാണേ. അകത്തേക്ക് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇവിടെ ഒരു മൈനസ് വരും. അപ്പോൾ മൈനസ് ഇവിടെ പ്ലസ് ആണ്. പ്ലസ് ഇൻറ്റു മൈനസ് ആവും. പിന്നെ ഈ മൈനസ് എക്സ് സ്ക്വയർ എന്തോ പ്ലസ് എക്സ് സ്ക്വയർ ആവും. അപ്പം ഞാൻ ഇതൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതുക. റീറൈറ്റ് ചെയ്തൊന്നും എഴുതുവാണേ.
0 to pi x square minus x square cos x. ഓക്കെ 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 നമുക്കിവിടെ കണ്ടോ, ആദ്യം എക്സ് സ്ക്വയറിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സിൽ സിമ്പിളായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ. എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും, x³/3 അല്ലേ. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇവിടെ എന്താ, ഇവിടെ എക്സിൻ്റെ 2 ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. എക്സിൻ്റെ 2 ഫംഗ്ഷൻ ഉണ്ട്, ഒന്ന് x² ഉണ്ട്, ഒന്ന് cos x ഉണ്ട്. ഇങ്ങനെ മൾട്ടിപ്ലൈ ആയി കിടക്കുക, ഇടയ്ക്ക് പ്ലസ്സോ മൈനസോ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് എന്താ പറ്റും, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ പറ്റത്തില്ല, നമുക്ക് പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും പറ്റത്തില്ല. നമുക്കിവിടെ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ പാർട്സേ ചെയ്യാൻ പറ്റും. ഇൻ്റഗ്രേഷൻ ബൈ ബൈ പാർട്സേ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അത് ഞങ്ങൾക്കറിയാമോ. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, ഇൻ്റഗ്രൽ യു വി ഈസ് ഈക്വൽ ടു എന്താണ്, ഇൻ്റഗ്രൽ യു വി ഓർമ്മയുണ്ടോ, ഇൻ്റഗ്രൽ യു വി ഇൻ്റഗ്രൽ ബൈ പാർട്സ് എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ. ഇങ്ങനെ വന്നാൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഇൻറ്റു ഇവിടെ ഡി എക്സ് ആണ് യു വി ഡി എക്സ്. യു വി എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലുതായിട്ടില്ല, ഇൻ്റഗ്രൽ യു ഇൻറ്റു വി ഡി എക്സ്. അപ്പം ഈ യുവും വി എന്ന് പറയുന്നത് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് തന്നെയാണ് കേട്ടോ. എക്സിൻ്റെ ഫംഗ്ഷൻ തന്നെ, കോയിഫിഷ്യൻ്റ് അല്ല, എക്സിൻ്റെ ഫംഗ്ഷൻ തന്നെ യുവും വിയും. യു മീൻസ് x² cos x എന്ന് പറഞ്ഞ പോലെ എക്സിൻ്റെ 2 ഫംഗ്ഷൻസ് ആണ് യുവും വിയും. അപ്പം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഇൻറ്റു ഇൻ്റഗ്രൽ വി ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് യുവിന് ഞാൻ യു ഡാഷ് എന്ന് ഇടുവാണേ. ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു ഇൻ്റഗ്രൽ വി ഡി എക്സ്. മനസ്സിലായോ? അപ്പം ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ യു വി ഡി എക്സ് എന്ന് പറയുമ്പോൾ യു ഇൻറ്റു ഇൻ്റഗ്രൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ, എന്നിട്ട് ഹോൾ വീണ്ടും അത് മൊത്തത്തിൽ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് യു വി റൂള് ഉള്ളത്. പക്ഷെ ഞാൻ ഈ മെത്തേഡല്ല ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ഞാൻ കുറച്ചും കൂടെ എളുപ്പം കിട്ടുന്ന മെത്തേഡാണ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അപ്പം ഇത് അറിയാവുന്നവർ ഇങ്ങനെ ചെയ്തോ. ഞാൻ ഇനി അടുത്തൊരു മെത്തേഡ് പഠിപ്പിച്ചു തരാം. അതിന് കുറച്ചും കൂടെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. അപ്പം ആ മെത്തേഡ് ഇങ്ങനെയാണ്. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ മറ്റേ ഹൈലൈറ്റ് റൂൾ, മറ്റിടത്തും ഹൈലൈറ്റ് റൂൾ ഉപയോഗിക്കണം കേട്ടോ. ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, ആദ്യത്തെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, പിന്നെ പിന്നെ ലോഗരിതം, പിന്നെ ഓൾജബ്ര, പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രിഗ്നോമെട്രി, അത് കഴിഞ്ഞിട്ട് എക്സ്പോണൻഷ്യൽ, e⁻x എന്നൊക്കെ പറഞ്ഞു വരത്തില്ലേ, എക്സ്പോണൻഷ്യൽ ഫോം. അപ്പം ഇങ്ങനെയാണ് ഓർഡർ പോകുന്നത്. ആദ്യം ഇൻവേഴ്സ്, പിന്നെ ലോഗരിതം, അത് കഴിഞ്ഞിട്ട് ഓൾജബ്ര വരാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് ട്രിഗ്നോമെട്രി വരാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് എക്സ്പോണൻഷ്യൽ വരാവുള്ളൂ. ഇതാണ് ഹൈലൈറ്റ് റൂള്. അപ്പം ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന ഓൾജബ്രയും ട്രിഗ്നോമെട്രിയോ. അപ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഫംഗ്ഷൻ ഓൾജബ്ര ആയിരിക്കണം, അത് കഴിഞ്ഞിട്ട് ട്രിഗ്നോമെട്രി വരാവുള്ളൂ. കണ്ടോ? അപ്പോൾ ഇതാണ് ഹൈലൈറ്റ് റൂള്.
അപ്പം ആദ്യം ഞാൻ എന്ത് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എക്സ് സ്ക്വയർ എടുത്തു, സെക്കൻഡ് ഫംഗ്ഷനായിട്ട് കോസ് എക്സ് എടുത്തു. പിന്നെ മറ്റേ ബൈ പാർട്സ് ചെയ്യുമ്പോൾ ഏത് മറ്റേ യു വി ഇൻ്റഗ്രൽ അങ്ങനെ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാവുള്ളൂ. യു ആയിട്ട് എടുക്കേണ്ടത് എക്സ് സ്ക്വയറും വി ആയിട്ട് എടുക്കും. ഞാൻ യു വി എന്നല്ല എഴുതിയത്. അപ്പോൾ യു ആയിട്ട് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കേണ്ട എക്സ് സ്ക്വയറും സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുക്കേണ്ട കോസ് എക്സും ആയിരിക്കണം കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറല്ലോ ഒരിക്കലും. അപ്പോൾ ഇങ്ങനെ എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എക്സ്, എക്സ് സ്ക്വയർ കോസ് എക്സ് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, കോസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, 2x. വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2 കിട്ടും, വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0. അതുപോലെ തന്നെ കോസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. കോസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ എക്സ്, വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് എക്സ്, വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് സൈൻ എക്സ്. കണ്ടോ, ഇത്ര ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതിനെ 0 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇതിനെ മൈനസ് സൈൻ എക്സ് വരെ ഇൻ്റഗ്രേറ്റ്, എന്നിട്ട് ക്രോസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ എക്സ് സ്ക്വയറും 2xഉം 2ൻ്റെയും ഫ്രണ്ടിൽ സൈൻ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇവിടെ പ്ലസ് ആദ്യം, ഇവിടെ മൈനസ്, ഇവിടെ വീണ്ടും പ്ലസ്, അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ആദ്യം ഇവിടെ പ്ലസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ സൈൻ ഉണ്ടോ ഇല്ല അതൊന്നും വിഷയമില്ല, നമ്മൾ മസ്റ്റായിട്ട് ഇവിടെ സൈൻ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ടെന്ന് വെച്ചോ, ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ എന്നാണെന്ന് വിചാരിച്ചോ, മൈനസ് എക്സ് സ്ക്വയർ എന്നാണെന്ന് വിചാരിക്കുക. മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ആ മൈനസ് അവിടെ എന്താ ഈ പ്ലസ് അപ്പോൾ അതിൻ്റെ മുന്നേ ഇട്ടിരിക്കണം. ഞാൻ വേണമെങ്കിൽ വേറൊരു എക്സാമ്പിളും കൂടെ കാണിക്കാം. അപ്പം ഇങ്ങനെ വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഈ എക്സ് സ്ക്വയർ അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അല്ല അത് വിടാം, നമുക്ക് ആദ്യം ഇതങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അങ്ങ് വയ്ക്കാം. അപ്പം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന സാധനമാണ് ഇത് ഇത്ര. അത് ഞാൻ ഇനി കാണിച്ചു തരാം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ കോസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് മൈനസ് ഇവിടെ അടുത്ത ടേമിൽ മൈനസ് ആയിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പം മൈനസ് ഇൻറ്റു മൈനസ് ഉണ്ടാവും, പ്ലസ് ആവും. പ്ലസ് 2x ഇൻറ്റു കോസ് എക്സ്, 2x ഇൻറ്റു കോസ് എക്സ്. ഇനി അടുത്ത ടേം പ്ലസ് ഇൻറ്റു മൈനസ്, അപ്പോൾ മൈനസ് 2 സൈൻ എക്സ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനിയും ബൈ പാർട്സ് വെച്ച് വേണമെങ്കിൽ ചെയ്ത് നോക്കിയോ. ഇത് ബൈ പാർട്സ് തന്നെയാണ്, ഈ ചെയ്യുന്ന സംഭവം എന്ന് പറയുമ്പോൾ ബൈ പാർട്സ് തന്നെയാണ്. പക്ഷേ ഇതൊന്നും കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ഫോം ആണെന്നേ ഉള്ളൂ. അപ്പം നിങ്ങളിപ്പം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇതായിരിക്കും. നിങ്ങൾ ഇനി ബൈ പാർട്സ് വെച്ച് ഇനി മറ്റേ ഇൻ്റഗ്രൽ യു ബി അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന ഇത് തന്നെയായിരിക്കും. എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് പ്ലസ് 2x കോസ് എക്സ് മൈനസ് 2 സൈൻ എക്സ്. ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പം ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. ഞാൻ ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ, ഇവിടെ കോസ് എക്സ്, ഇവിടെ സൈൻ എക്സ് വെക്കുക. അല്ല ഇവിടെ സൈൻ എക്സ് വെക്കുക. സൈൻ എക്സ് ആണ് ഇ റേസ് ടു എക്സ് എടുക്കുക. അപ്പോൾ നമ്മളോട് ചോദിച്ചു ഇതാണ് ഇൻ്റഗ്രൽ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സ്. ഇതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടോ എക്സിൻ്റെ 2 ഫംഗ്ഷൻ ഉണ്ട്, എക്സ് സ്ക്വയറും ഇ റേസ് ടു എക്സും. ഞാനിപ്പോൾ ഹൈലൈറ്റ് റൂൾ ഉപയോഗിക്കുമ്പോൾ ഓൾജിബ്രയാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മൈനസ് എക്സ് സ്ക്വയർ ആദ്യം എഴുതി, എന്നിട്ട് ഇ റേസ് ടു എക്സ് എഴുതി. ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകും. എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും, മൈനസ് എക്സ് സ്ക്വയറിന് മൈനസ് 2x കിട്ടും. ഇ റേസ് ടു എക്സിന് എക്സ് സ്ക്വയറിനെ ഡിഫറൻസിയേഷൻ ആണ് ചെയ്യേണ്ടത്. എക്സ് സ്ക്വയറിനെ ഡിഫറൻസിയേഷൻ, ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻസിയേഷൻ ചെയ്യണം, സെക്കൻഡ് ഫംഗ്ഷനെ ഇൻ്റഗ്രേഷൻ. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയറിനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ മൈനസ് 2x, ഇ റേസ് ടു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു എക്സ് ആണ്. വീണ്ടും മൈനസ് 2xനെ ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 2 വരും, വീണ്ടും ഡിഫറൻസിയേഷൻ ചെയ്താൽ 0 വരും.
ഇ റൈസ് ടു എക്സിനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റൈസ് ടു എക്സിനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റൈസ് ടു എക്സിന്, എന്നിട്ട് ക്രോസ് ചെയ്യുക. ഓക്കെ, ഇത്രയും ക്രോസ് ചെയ്താൽ ഇനി എന്ത് ചെയ്യണം? മൈനസ് ഇത് ആദ്യം മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ്. അപ്പം മൈനസ് എക്സ് സ്ക്വയർ ആദ്യത്തെ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ്. ഇനി രണ്ടാമത്തെ മൈനസ് ഇൻറ്റു പ്ലസ് അല്ലേ, അപ്പോൾ മൈനസ് 2x ഇൻറ്റു ഇ റൈസ് ടു എക്സ്. അയ്യോ കണ്ടോ, ഞാൻ മറന്നുപോയി, സൈൻ കൊടുക്കാൻ മറന്നുപോയി. അപ്പം ആദ്യം ഇവിടെ പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്. കണ്ടോ, സൈൻ കൊടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ കണ്ടോ, പ്ലസ് ഇൻറ്റു മൈനസ് എന്താ? മൈനസ്. രണ്ടാമത്തെ ടേം എന്താവും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. രണ്ടാമത്തെ ടേം പ്ലസ്, രണ്ടാമത്തെ ടേം പ്ലസ്. ഇനി മൂന്നാമത്തെ ടേം എങ്ങനെ? പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ഇപ്പം മൈനസ് 2 ഇ റൈസ് ടു എക്സ്. ഓക്കെ, ഇപ്പം കണ്ടോ, ഇങ്ങനെ വരും നമ്മളെ ആൻസർ. ആൻസർ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഞാൻ എഴുതി മൈനസ് എക്സ് സ്ക്വയർ ഇ റൈസ് ടു എക്സ് പ്ലസ് 2x ഇ റൈസ് ടു എക്സ് മൈനസ് 2 ഇ റൈസ് ടു എക്സ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. കണ്ടോ, അപ്പോൾ ഇങ്ങനെ സൈൻ കൊടുക്കാൻ ഒരിക്കലും മറക്കല്ല. ആദ്യം തുടങ്ങുന്ന പ്ലസ് ആയിരിക്കും, പ്ലസ് മൈനസ് പ്ലസ്, അങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അല്ല, ഈ വീഡിയോ ഇങ്ങനെ തന്നെ നടക്കട്ടെ. ഞാൻ ഇനിയും അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്ക് എടുക്കാം.